ഡ്രാഗനുകളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു വൈക്കിംഗ് വില്ലേജ് ആണ് ബർഗ്. ഗ്രാമത്തിലുള്ളവര് ഡ്രാഗനെ നേരിടാൻ നോക്കുമ്പോൾ എളുപ്പമാർഗത്തിലൂടെ ഡ്രാഗനെ പിടിക്കാനുള്ള മെഷീൻ കണ്ടുപിടിക്കലാണ് ഗ്രാമത്തലവനായിട്ടുള്ള സ്റ്റോയിക്കിന്റെ മകൻ ഹിക്കപ്പിന്റെ പണി. അതുകൊണ്ട് എല്ലാവരും ഇവനെ ഒരു ഭീരുവായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്ക് ഡ്രാഗനെ നേരിടാൻ പരിശീലനം കൊടുക്കുന്ന ഗൊബാർ, നീ ഇപ്പോ അതിനിടയ്ക്ക് ചെന്ന് കയറണ്ട, നീ എന്നെ ആയുധശാലയിൽ സഹായിക്കുമെന്ന് ഹിക്കപ്പിനോട് പറയുന്നു. പലതരം ഡ്രാഗനുകളുണ്ട്, അതിൽ ഏറ്റവും ഭീകരനാണ് നൈറ്റ് ഫ്യൂറി. അത്തരത്തിലെ ഡ്രാഗനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിക്കപ്പ് ഇപ്പൊ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഡ്രാഗന് നേരെ എയിം ചെയ്തു. പെട്ടെന്നായിരുന്നു തീ തുപ്പുന്ന ഒരു ഡ്രാഗൻ നമ്മുടെ ഹിക്കപ്പിനടുത്തേക്ക് വന്നത്. സ്റ്റോയിക്ക് അന്നേരം മറ്റൊന്നും നോക്കാതെ താൻ പിടിച്ചു വെച്ച ഡ്രാഗനെ ഉപേക്ഷിച്ച് ഹിക്കപ്പിനെ രക്ഷിക്കാൻ പോയി. അതോടെ ഇവര് പിടിച്ചു വെച്ച ഡ്രാഗനുകളും പോയി. ആ തീ തുപ്പുന്ന ഡ്രാഗനാണെങ്കിൽ ഇവരുടെ ഗ്രാമത്തെ പകുതി മുക്കാലും നശിപ്പിച്ചു. ഗോബർ അങ്ങനെ ഹിക്കപ്പിനോട് നീ കുറച്ചുനാള് ഇവിടെ അടങ്ങിയിരിക്കെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് പൂട്ടിയിടുന്നു. ഇതേ സമയത്ത് സ്റ്റോയിക്ക് ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി, നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഡ്രാഗനുകളെ നേരിട്ടാൽ മാത്രം പോരാ, ഡ്രാഗനുകളുടെ കൂട് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പോയ ആരും തന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് ഗ്രാമനിവാസികൾ പറഞ്ഞു. എന്നാ ശരി, ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ വരാത്തവര് ഹിക്കപ്പിനെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോവുകയാണ്. കാരണം ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തന്നെ ഹിക്കപ്പിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അറിയാമായിരുന്നു. അവൻ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഗോബറിനോട് തൽക്കാലം കുട്ടികൾക്ക് പരിശീലനവും കൊടുത്ത് ഹിക്കപ്പിനെ നോക്കിയിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് സ്റ്റോയിക്ക് പറയുന്നത്. അല്ലെങ്കിൽ ഇവർ തിരിച്ചു വരുമ്പോഴേക്ക് അവൻ ഈ ഗ്രാമം മുഴുവൻ മുടിക്കും. പിറ്റേ ദിവസം നമ്മുടെ ഹിക്കപ്പ് അവൻ വെച്ച കെണി തിരിച്ചെടുക്കാൻ പോയി നോക്കുമ്പോൾ അതിൽ ശരിക്കൊരു നൈറ്റ് ഫ്യൂറി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഒന്നും ചെയ്യാത്ത നമ്മുടെ ഹിക്കപ്പ് ഇതിനെ തുറന്നു വിട്ടപ്പോൾ ഇവനെ ഒന്ന് പേടിപ്പിച്ച് ആ നൈറ്റ് ഫ്യൂറി പറന്നു പോകുന്നു. അതിന്റെ വാലിന് ഒരു ചിറക് കുറവുണ്ട്, പരിക്ക് പറ്റിയതാണ്. അതുകൊണ്ട് അതിന് പറക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റോയിക്ക് നാളെയാണ് ഈ ഡ്രാഗൺ നെസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നീ എന്തായാലും നല്ലതായിട്ട് ഡ്രാഗനുകളെ പിടിക്കാൻ സാധിക്കുന്ന ഒരാളായി തീരണമെന്ന് സ്റ്റോയിക്ക് പറയുന്നു. പിറ്റേന്ന് തന്നെ ഹിക്കപ്പ് പരിശീലനം തുടങ്ങുന്നുണ്ട്. പരിശീലനത്തില് ഏറ്റവും മികച്ച ഒരു കുട്ടിയായിരുന്നു ആസ്ട്രഡ്. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിക്കപ്പ് മിക്കവാറും ഡ്രാഗന്റെ ഉപദ്രവത്തിന് ഇരയാകാറാണ് പതിവ്. അവനെ ഒന്നെങ്കിൽ ഗോബറോ അല്ലെങ്കിൽ ആസ്ട്രോഡോ വന്ന് രക്ഷിക്കാറാണ്. സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹിക്കപ്പ് ഈ നൈറ്റ് ഫ്യൂറി എവിടെയാണെന്ന് നോക്കാൻ പോവും. അതിന്റെ വാലിലെ ചിറകിന് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അതിനിപ്പോ പറക്കാനൊന്നും സാധിക്കുന്നില്ല. അതിന്റെ ഈ ഒരു രൂപമൊക്കെ നമ്മുടെ ഹിക്കപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നൈറ്റ് ഫ്യൂറി അവനെ ആക്രമിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോബർ കുട്ടികൾക്ക് ഒരു പുസ്തകം കൊണ്ടുവന്ന് കൊടുത്തു. ഈ പുസ്തകത്തില് ഡ്രാഗനുകളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഹിക്കപ്പ് രാത്രി മുഴുവൻ അതിരുന്ന് വായിച്ചു. എന്നാൽ നൈറ്റ് ഫ്യൂറിയെ കുറിച്ച് ആർക്കുമൊന്നും അറിയില്ല എന്നായിരുന്നു ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസവും പരിശീലനത്തിന്റെ സമയത്ത് നമ്മുടെ ഹിക്കപ്പിന് പരിക്ക് പറ്റുകയാണ്. ആസ്ട്രഡ് ആണ് ഇത്തവണ അവനെ രക്ഷിക്കുന്നത്. ശേഷം അവൻ നമ്മുടെ നൈറ്റ് ഫ്യൂറിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അതിന് ഒരു മീനും ഇട്ടുകൊടുക്കുകയാണ്. കാരണം എല്ലാ ഡ്രാഗനുകളും മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നൈറ്റ് ഫ്യൂറി മാത്രം ഹിക്കപ്പിനെ സ്നേഹത്തോടെയാണ് നോക്കുന്നത്. അതിന്റെ വായിൽ പല്ല് കാണുന്നില്ല. അതുകൊണ്ട് ഹിക്കപ്പ് ഈ നൈറ്റ് ഫ്യൂറിക്ക് ടൂത്ത്ലെസ് എന്ന പേരും വെക്കുകയാണ്. അന്ന് രാത്രിയിൽ ഗോബർ ഇവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു, മനുഷ്യൻ ആദ്യമായിട്ട് ഡ്രാഗനെ കാണുമ്പോൾ ചെയ്യേണ്ടത് അവരുടെ ചിറകുകൾ അരിഞ്ഞു കളയുക എന്നതാണ്. കാരണം ചിറകറ്റ ഡ്രാഗൻ എല്ലാം തന്നെ പിന്നെ ശവം പോലെയാണ്. അപ്പോൾ നമ്മുടെ ഹിക്കപ്പിന് സങ്കടം തോന്നി. കാരണം അവനാണല്ലോ ടൂത്ത്ലെസിന്റെ ആ ചിറകിന് പരിക്ക് പറ്റാൻ കാരണം. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ ഹിക്കപ്പ് ഒരു ഫേക്ക് ചിറകുണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഒരുപാട് മീനുകളുമായി ടൂത്ത്ലെസിന് അരികിലേക്ക് പോയിട്ട് അവൻ ഉണ്ടാക്കിയ ചിറക് വച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ചിറക് വച്ച് പിടിപ്പിക്കുന്നതിനു മുൻപേ ടൂത്ത്ലെസ് പറന്നതും ഹിക്കപ്പും ആ ചിറകും കൂടി വെള്ളത്തിലേക്ക് വീണു. ചിറകില്ലാതെ ടൂത്ത്ലെസും വീണു. നമ്മുടെ ടൂത്ത്ലെസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡ്രാഗനുകളുടെ വീക്ക്നെസ്സുകൾ കൊണ്ട് നമ്മുടെ ഹിക്കപ്പ് ട്രെയിനിങ് സെക്ഷനിൽ ഷൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ടൂത്ത്ലെസ്സുമായിട്ട് നമ്മുടെ ഹിക്കപ്പ് നല്ല കൂട്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ടൂത്ത്ലെസ്സിന് ആ ഫേക്ക് ചിറകൊക്കെ നമ്മുടെ ഹിക്കപ്പ് വച്ച് പിടിപ്പിച്ചു. പാമ്പുകളെ ഡ്രാഗനുകൾക്ക് പേടിയാണ്. പുല്ല് അവരുടെ വീക്ക്നെസ് ആണ്. പിന്നെ അവർക്ക് താടിക്ക് താഴെ ഒഴിഞ്ഞു കൊടുക്കുന്നതും വലിയ ഇഷ്ടമാണ്. ആ രീതിയിൽ നമ്മുടെ ഹിക്കപ്പ് എല്ലാ ഡ്രാഗനുകളെയും മയക്കിയെടുക്കുന്നത് കൊണ്ട് എല്ലാവരും ഹിക്കപ്പിന്റെ ഫാൻസായി. എന്ന ആസ്ട്രഡിന് ഇവന്റെ അടുത്ത് എന്തോ നിഗൂഢതയുണ്ടെന്ന് അറിയാമായിരുന്നു. നമ്മുടെ
ടൂത്ത്ലെസിന്റെ പുറത്തു കയറി പറക്കലാണ് ഹിക്കപ്പിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ പറന്ന് നമ്മുടെ ടൂത്ത്ലെസിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഡ്രാഗൺസും ഹിക്കപ്പിനടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്ക് ഈ സ്റ്റോയിക്കും ആൾക്കാരും ഡ്രാഗൺ നെസ്റ്റ് കണ്ടുപിടിക്കാതെ തിരിച്ചു വരുന്നു. ഗോബറിൽ നിന്ന് സ്റ്റോയിക്ക് ഇപ്പൊ ഹിക്കപ്പ് ഇവിടുത്തെ ഒരു ഹീറോ ആണെന്ന് അറിയുകയാണ്. തന്റെ മകൻ ഇങ്ങനെയായെന്നറിയാൻ പിറ്റേന്ന് ട്രെയിനിങ് സെക്ഷനിലേക്ക് സ്റ്റോയിക്ക് പോയി നോക്കുന്നുണ്ട്. ആസ്ട്രഡും ഹിക്കപ്പും കൂടിയിട്ടുള്ളതായിരുന്നു മത്സരം. നമ്മുടെ ഹിക്കപ്പ് ഈ ഒരു മത്സരത്തില് ജയിക്കുകയാണ്. ഇനി ഒരു ഡ്രാഗനെ ഇല്ലാതാക്കണം. അടുത്തത് അതിനു വേണ്ടിയിട്ട് ഹിക്കപ്പ് പരിശീലിക്കണം. എന്നാൽ ആസ്ട്രഡ് ഹിക്കപ്പ് പോകുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ടൂത്ത്ലെസിനെ കാണുകയാണ്. ഒരു നൈറ്റ് ഫ്യൂറിയെ നേരിൽ കണ്ട നമ്മുടെ ആസ്ട്രഡ് പേടിച്ചുപോയി. എന്നാൽ നമ്മുടെ ഹിക്കപ്പ് ടൂത്ത്ലെസിന്റെ പുറത്ത് അവളെയും കൂടി ഇരുത്തിയിട്ട് ഇതൊരു പാവമാണെന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു യാത്ര അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു യാത്ര സമ്മാനിച്ചതിന് ഹിക്കപ്പിനോട് അവൾ ഒരുപാട് നന്ദിയും പറയുന്നു. പെട്ടെന്നാണ് ടൂത്ത്ലെസ് ഒരു ഗുഹയിലേക്ക് ഹിപ്നോട്ടൈസ് ആയി പോകുന്നത്. അവിടെ അതിഭയങ്കരനായിട്ടുള്ള മറ്റൊരു ഡ്രാഗൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി. ശരിക്കും ഇവരുടെ നാടിനെ ആക്രമിക്കാനായിട്ട് വരുന്ന ഡ്രാഗനുകൾ അവരുടെ ഇഷ്ടപ്രകാരമല്ല, ആ ഗുഹയിലുള്ള ഡ്രാഗന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി അതിന്റെ മന്ത്രശക്തിയിൽ പെട്ടിട്ടാണ് വരുന്നതെന്ന്. പിറ്റേന്നാണ് ഹിക്കപ്പിന് ആ ഡ്രാഗനെ ഇല്ലാതാക്കുന്ന കോമ്പറ്റീഷൻ. അതിന് ഡ്രാഗനുകളെ ഇല്ലാതാക്കാനൊന്നും അറിയില്ല, പകരം അതിനെ മയപ്പെടുത്തുന്നു. അത് കണ്ട് സ്റ്റോയിക്ക് നീയൊന്നും ഒരിക്കലും നല്ലൊരു വൈക്കിംഗ് ആവാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. നമ്മുടെ ഹിക്കപ്പിനെ മറ്റേ ഡ്രാഗൻ ഉപദ്രവിക്കുന്ന ശബ്ദം കേട്ട ടൂത്ത്ലെസ് അവിടേക്ക് പറന്നു വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹിക്കപ്പിനെ രക്ഷിക്കാനായി നോക്കുന്നു. ഒരു നൈറ്റ് ഫ്യൂറിയെ നേരിൽ കണ്ട ബാക്കി വൈക്കിങ്ങൾ അത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലല്ലോ. അങ്ങനെ ടൂത്ത്ലെസിനെ അവര് കയറി പിടിച്ച് ആകെ അടിമയാക്കി കെട്ടിവെച്ചേക്കുവാണ്. നമ്മുടെ ഹിക്കപ്പ് പറയുന്നുണ്ട് അവനൊരു പാവമാണെന്ന്. എന്നാൽ ഒരു നൈറ്റ് ഫ്യൂറിയെ വളർത്തിയതും അതുപോലെ ആ ഡ്രാഗന്റെ ഗുഹ കണ്ടുപിടിച്ചിട്ട് ഇവരോട് പറയാതിരുന്നതും എല്ലാത്തിന്റെ പേരിലും സ്റ്റോയിക്ക് ഹിക്കപ്പിനെ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്തത്. ഡ്രാഗനുകൾ പാവമാണ്, അവയെ നമുക്ക് മെരുക്കിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഹിക്കപ്പ് പറഞ്ഞിട്ടും അച്ഛൻ അതൊന്നും കേട്ടില്ല. ശേഷം ഈ ടൂത്ത്ലെസിനെയും എടുത്തുകൊണ്ട് ആ ഒരു ഡ്രാഗൻ ഗുഹയിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പാവം നമ്മുടെ ടൂത്ത്ലെസ് പുറത്തു വരാനാവാതെ കഷ്ടപ്പെടുന്നു. ഹിക്കപ്പിന് അവനെ സഹായിക്കാനും സാധിക്കുന്നില്ല. ആസ്ട്രഡ് അന്നേരം നമുക്ക് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗനുകളെ മെരുക്കിയെടുക്കുന്നു. ഇതേ സമയത്ത് സ്റ്റോയിക്കും കൂട്ടരും ആ ഡ്രാഗൻ ഗുഹയിലേക്ക് ചെന്ന് അവിടെയുള്ള ആ ഭീകരൻ ഡ്രാഗനെ പുറത്തേക്ക് കൊണ്ടുവരിപ്പിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രാഗന്റെ പേരാണ് റെഡ് ഡെത്ത്. അത് അതിഭയാനകമായിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവും. അത്തരത്തിലെ ഒരു ഡ്രാഗൻ ആയിരുന്നു. ഇവർ വന്ന ഷിപ്പുകളൊക്കെ ആ ഡ്രാഗൻ കത്തിച്ചു. അത്തരത്തിലെ ഒരു ഷിപ്പിലായിരുന്നു നമ്മുടെ ടൂത്ത്ലെസും. അപ്പോഴേക്ക് നമ്മുടെ പിള്ളേര് മെരുക്കിയെടുത്ത ഡ്രാഗനുകളെ കൊണ്ട് നേരെ അവിടേക്ക് ചെല്ലുന്നു. ഹിക്കപ്പ് നമ്മുടെ ടൂത്ത്ലെസിനെ രക്ഷിക്കാനായിട്ടും പോകുന്നു. അബദ്ധവശാൽ അവര് വെള്ളത്തിലേക്ക് വീണു. ഹിക്കപ്പിനെ കൊണ്ട് പറ്റുന്നില്ല. അന്നേരം സ്റ്റോയിക്ക് തന്നെ ഹിക്കപ്പിനെ രക്ഷിച്ച് കരക്ക് കയറ്റി ടൂത്ത്ലെസിനെ രക്ഷിക്കുകയാണ്. ശേഷം അതുവരെ മകനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ മകനോട് സോറിയും പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഹിക്കപ്പും ടൂത്ത്ലെസും കൂടിയിട്ട് റെഡ് ഡെത്തിനെ നേരിടാനായിട്ട് പോകുന്നതാണ്. ബാക്കി എല്ലാ ഡ്രാഗനുകളും അവനെ ഒരുവിധം സെറ്റാക്കി വെച്ചപ്പോഴേക്ക് നമ്മുടെ ടൂത്ത്ലെസ് അതിന്റെ വായിൽ നിന്ന് വരുന്ന ആ ഒരു തീ ഗോളം വെച്ച് റെഡ് ഡെത്തിന്റെ വായിലേക്ക് തീയിടുന്നു. അങ്ങനെ ഇത് ഒരുപാട് നേരം പരിശ്രമിക്കുന്നുണ്ട് പുറത്തു കടക്കാനായിട്ട്. എന്നാൽ ഈ ഒരു റെഡ് ഡെത്ത് പൊട്ടിത്തെറിക്കുകയും ആ തീയിലേക്ക് നമ്മുടെ ഹിക്കപ്പ് വീഴുകയും ചെയ്യുന്നു. ഹിക്കപ്പിനെ രക്ഷിക്കാനായിട്ട് പിറകെ ടൂത്ത്ലെസും വീഴുകയാണ്. എന്നാൽ ഇവര് പിന്നീട് കാണാഞ്ഞ് സ്റ്റോയിക്ക് പരിഭ്രാന്തിയിലായി തന്റെ കുഞ്ഞ് എവിടെയെന്ന് അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ ടൂത്ത്ലെസിന്റെ ചിറകിനടിയിലായിട്ട് അവൻ ഹിക്കപ്പിനെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോയിക്കിന് ഒരുപാട് സന്തോഷമായി. ടൂത്ത്ലെസിനോട് നന്ദിയും പറയുന്നു. ശേഷം ഹിക്കപ്പിന് ബോധം വരുമ്പോൾ ടൂത്ത്ലെസ് അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ അവന്റെ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് ഇപ്പൊ കാലില്ല, വെട്ടിമുറിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപകടത്തിൽ പറ്റിയതാണ്. എന്നാൽ പുറത്തേക്ക് വന്ന ഹിക്കപ്പ് ഇപ്പൊ ആ ഗ്രാമത്തിലുള്ളവര് ഈ ഡ്രാഗനുകളുമായിട്ട് കൂട്ടായത് കാണുന്നു. ടൂത്ത്ലെസിന് വേണ്ടി ഒരു ചെറിയ ഉപകരണവും ഗോബർ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഈ വില്ലേജിന്റെ ഗതിയൊക്കെ മാറി. ഇപ്പൊ അവിടെ ഡ്രാഗൺ റേസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്രാഗൺ പെറ്റായിട്ടുണ്ട്. ഇത്തവണത്തെ റേസിൽ നമ്മുടെ ആസ്ട്രഡ് വിജയിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റോയിക്ക് ഹിക്കപ്പിനെ അവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് ശ്രദ്ധിക്കുന്നത്. അവിടെ റേസ് ഒക്കെ നടക്കുമ്പോഴും നമ്മുടെ ഹിക്കപ്പ് ടൂത്ത്ലെസിനെയും കൊണ്ട് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിക്കപ്പിന്റെ ദേഹത്തായാലും ടൂത്ത്ലെസിന്റെ ദേഹത്തായാലും ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ തന്നെ അവൻ വരുത്തിയിട്ടുണ്ടായിരുന്നു.
അവൻ അങ്ങനെ ഒരു ഐലൻഡിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ആസ്ട്രോഡും അവിടേക്ക് വരികയാണ്. എന്നിട്ട് നീ എന്താണ് ബെർഗിന്റെ പുറത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി കണ്ടെത്താനായിട്ട് ഇത് സഹായകമാകുമെന്ന് നമ്മുടെ ഹിക്കപ്പ് പറയാണ്. അവന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും അവനില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് തണുത്തുറഞ്ഞ ഒരു പ്രദേശം ഹിക്കപ്പ് കാണുന്നത്. നമ്മുടെ ആസ്ട്രഡിനെയും കൊണ്ട് നേരെ ഹിക്കപ്പ് അവിടേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് നമ്മുടെ ആസ്ട്രഡിനെയും അവളുടെ ഒരു ഡ്രാഗനെയും എററ്റ് എന്നു പേരുള്ള ഒരു ഡ്രാഗൺ ഹണ്ടർ പിടിക്കുകയാണ്. താഴെയുള്ള ഒരു ഷിപ്പിലേക്ക് അവർ ഇറക്കുന്നു. ഹിക്കപ്പും ടൂത്ത്ലെസ്സും അവരുടെ കൂടെ താഴെ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഹണ്ടിങ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രാഗനെയും പെറ്റാക്കി വച്ചിരിക്കുന്നതെന്ന് ഹിക്കപ്പിനോട് അവർ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ബെർഗിലേക്ക് വന്ന് അവരുടെ ലീഡർ ആയിട്ടുള്ള ഡ്രാഗോയെ കുറിച്ച് ഇപ്പോൾ സ്റ്റോയിക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് സ്റ്റോയിക്ക് പേടിച്ച് എല്ലാ ഡ്രാഗനുകളെയും അടച്ചു വെക്കുക, അവനൊരു ഭീകരനാണ് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് ഹിക്കപ്പ് പക്ഷേ ഈ എററ്റിനോടും മറ്റും സംസാരിക്കാനായിട്ട് സ്റ്റോയിക്ക് പറഞ്ഞത് കേൾക്കാതെ തിരിച്ച് ആ ഒരു ഷിപ്പിലേക്ക് തന്നെ പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് കരുതിയിട്ടാ അങ്ങനെയൊക്കെ പറയുന്നേ? ഡ്രാഗൺസിനെ നിങ്ങൾ അടിമകളാക്കിയിട്ടല്ല, അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എന്ത് രസമെന്നറിയോ എന്നൊക്കെ ഹിക്കപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ എറട്ട് ഇതൊന്നും തന്നെ കേൾക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഹിക്കപ്പിനെ രക്ഷിക്കാനായിട്ട് അവന്റെ ഫ്രണ്ട്സ് വരികയാണ്. ശേഷം നമ്മുടെ സ്റ്റോയിക്ക് ഹിക്കപ്പിനോട് ഡ്രാഗോയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ഡ്രാഗൺസ് ഇവരെ ഉപദ്രവിച്ചിരുന്ന സമയത്ത് ഈ ഡ്രാഗോയ്ക്ക് അന്ന് തന്നെ ഡ്രാഗൺസിനെ അടിമകളാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വില്ലേജിലുള്ളവർ ഡ്രാഗോയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ നാട് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് ഡ്രാഗോ പറഞ്ഞു. അതിനിവരെ വിസമ്മതിച്ചതിന്റെ പേരിൽ ഡ്രാഗോ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അതിഭീകരമായിരുന്നു, അവനൊരു ഭയങ്കരനാ എന്നൊക്കെ സ്റ്റോയിക്ക് പറയാണ്. പക്ഷേ നമ്മുടെ ഡ്രാഗോയെ നേരിടുന്നതിന് പകരം അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കിയാ പോരെ എന്ന് ഹിക്കപ്പ് ചോദിച്ചു. അതൊന്നും സമ്മതിക്കുന്നില്ല അവര്. ഹിക്കപ്പ് അങ്ങനെ നമ്മുടെ ടൂത്ത്ലെസ്സിനെയും കൊണ്ട് പറന്നു പോവാണ്. അവരെന്താ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാത്ത എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് വലിയൊരു ഡ്രാഗൺ വന്ന് നമ്മുടെ ഹിക്കപ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ടൂത്ത്ലെസ് തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് വീണെങ്കിലും ടൂത്ത്ലെസ്സിനെയും ഹിക്കപ്പിനരികിലേക്ക് അവർ കൊണ്ടുവരികയാണ്. മുഖമൂടിധാരിയായിട്ടുള്ള ആരോ ഒരാളാണ് ഹിക്കപ്പിനെ പിടിച്ചുകൊണ്ട് വന്നത്. അവരൊരു ലേഡിയായിരുന്നു. അവരുടെ പേര് വോൾക്ക എന്നാണ്. വോൾക്ക പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയാണെന്ന്. ഹിക്കപ്പിന് മനസ്സിലാവുന്നേയില്ല. തന്നെ വിട്ടുപിരിഞ്ഞ് ചെറുപ്പത്തിലേ ഇല്ലാതായ തന്റെ അമ്മ ജീവനോടെ ഇവിടെ നിൽക്കുന്നുവെന്ന് ഹിക്കപ്പ് കരുതുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്റ്റോയിക്കും കൂട്ടരും എററ്റിന്റെയും ആർമിയുടെയും അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ഇവരുടെ ഒരു ബർഗ് വില്ലേജ് മുഴുവനായിട്ട് പോകുന്നുണ്ട്. കാരണം അവർ കരുതിയിരിക്കുന്നത് നമ്മുടെ ഹിക്കപ്പിനെ അവർ പിടിച്ചോണ്ട് പോയി എന്നാണ്. വോൾക്കയാണെങ്കിൽ അവിടെ ഡ്രാഗൺസിനെ വളർത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകൾ ഹിക്കപ്പിന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു വൈറ്റ് ആൽഫ ഡ്രാഗൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ ഡ്രാഗൺസിന്റെ കാര്യമൊക്കെ അറിയാന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞായിരുന്ന സമയത്ത് ഹിക്കപ്പിനെ ഉറക്കി കെടുത്തിയപ്പോൾ ഒരു ഡ്രാഗൺ ഹിക്കപ്പിനരികിലേക്ക് വന്നു. എന്നിട്ട് അവനെ തലോടാനൊക്കെ ശ്രമിച്ചിരുന്നു. അന്ന് തന്നെ നമ്മുടെ വോൾക്കയ്ക്ക് ഇക്കാര്യം മനസ്സിലായതാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സ്റ്റോയിക്ക് ഇവള് പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ആ ഡ്രാഗനെ ഉപദ്രവിച്ചു. അതിന്റെ പേരിലാണ് നമ്മുടെ വോൾക്ക അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നത്. ശേഷം അങ്ങോട്ട് വരാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വൈറ്റ് ആൽഫ ഡ്രാഗൺ ആണ് മറ്റുള്ള ഡ്രാഗനുകൾക്ക് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും. ഇവിടെ എത്തിയപ്പോൾ ടൂത്ത്ലെസ്സിന്റെ ദേഹത്തുള്ള മറ്റൊരു കഴിവ് വോൾക്ക നമ്മുടെ ഹിക്കപ്പിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ബർഗ് വില്ലേജിലുള്ളവരൊക്കെ തന്നെ എറക്റ്റിന്റെ കൂടെ ഡ്രാഗോയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡ്രാഗോയെ അവരെ നേരിട്ട് കാണുക കേട്ടോ. ഒരു ആചാന ബാഹുവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഡ്രാഗോ. ഡ്രാഗോ ഇവരുടെ അടുത്ത് വന്നിട്ട്, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള സകല ഡ്രാഗനെയും എനിക്ക് വേണമെന്ന് പറയുന്നു. എന്നിട്ട് ഡ്രാഗോ എറക്റ്റിനെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആസ്ട്രഡിന്റെ ഡ്രാഗൺ നമ്മുടെ എറക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതോടെ ഈ ഡ്രാഗൺസ് ഒക്കെ നല്ലവരാണെന്ന് എറക്റ്റിന് കൂടി മനസ്സിലായിരിക്കുകയാണ്. ഈ സമയത്ത് സ്റ്റോയിക്ക് ഹിക്കപ്പിനെ കണ്ടുപിടിക്കുന്നതിന്റെ ഇടയ്ക്ക് വാൽക്കയെ യാദൃശ്ചികമായിട്ട് കാണുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ട തന്റെ ഭാര്യയെ തിരിച്ചു കിട്ടിയ സ്റ്റോയിക്ക് വളരെയധികം സന്തോഷവാനായിരുന്നു. അവരങ്ങനെ വീണ്ടും അവിടെ യുണൈറ്റ് ചെയ്യാണ്. ശേഷം നമ്മൾ ഈ ഡ്രാഗോയുടെ ഡ്രാഗൺസിന്റെ കാരണം പേടിച്ചോടുന്ന ഇവരുടെ ഡ്രാഗൺസിനെ കാണുകയാണ്. അപ്പോൾ ഇവരുടെ സഹായം നമ്മുടെ വില്ലേജിലുള്ളവർക്ക് ആവശ്യമാണെന്നും പറഞ്ഞ് സ്റ്റോയിക്കും വാൽക്കയും ഹിക്കപ്പും അവരുടെ ഡ്രാഗൺസുമായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഡ്രാഗോയ്ക്ക് ഒരു ബ്ലാക്ക് ആൽഫ ഡ്രാഗൺ ഉണ്ടായിരുന്നു. അതായത് വൈറ്റ് ആൽഫ ഡ്രാഗൺ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൽഫ ഡ്രാഗൺ അതിന്റെ നെഗറ്റീവ് സൈഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈറ്റ് ആൽഫ ഡ്രാഗനെ ഈ ഒരു ബ്ലാക്ക് ആൽഫ തകർത്ത് കളയാണ്.
അപ്പൊ നമ്മുടെ ഹിക്കപ്പ് വന്നിട്ട് നിങ്ങൾ എന്ത് വൃത്തികേടാ ചെയ്യുന്നേ, ഡ്രാഗൺസിനെ കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല, അവറ്റകളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ബ്ലാക്ക് ആൽഫയ്ക്ക് ഡ്രാഗൺസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അത്തരത്തില് ടൂത്ത്ലെസ്സിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഹിക്കപ്പിനെ ഉപദ്രവിക്കാനായി പറഞ്ഞു വിട്ടപ്പോൾ അത് കൊള്ളുന്നത് നമ്മുടെ സ്റ്റോയിക്കിനായിരുന്നു. സ്റ്റോയിക്ക് അങ്ങനെ അവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഹിക്കപ്പിന് നമ്മുടെ ടൂത്ത്ലെസ്സിനോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അതിനറിയാൻ പാടില്ലാണ്ട് ചെയ്തു പോയതാണ്. ശേഷം നമ്മുടെ ടൂത്ത്ലെസ്സിനെയും കൊണ്ടാണ് ഈ ഡ്രാഗോ ഇവിടെ നിന്ന് സ്ഥലം വിടുന്നത്. അവന്റെ അമ്മ നമ്മുടെ ഹിക്കപ്പിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നീ എന്ത് തന്നെ വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല, കാരണം ടൂത്ത്ലെസ് ഇതൊന്നും അവന്റെ മനസ്സറിയാതെയാണ് ചെയ്യുന്നത്. പിന്നെ നീ അവനോട് പറഞ്ഞില്ലേ അടിമകളാക്കാൻ ശ്രമിക്കരുതെന്ന്. നിന്റെ സ്നേഹം അത് ടൂത്ത്ലെസ്സിന് നന്നായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും നിന്നെ മനസ്സിലാക്കാനും സാധിക്കുമെന്ന് പറയാണ്. ഈ മെച്ചുർ ആയിട്ടുള്ള ഡ്രാഗൺസിനെ മാത്രമാണ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇവരുടെ പക്കലുള്ള കുട്ടി ഡ്രാഗൺസുമായിട്ട് നമ്മുടെ ഹിക്കപ്പ് ഡ്രാഗോയുടെ അടുത്തേക്ക് അവനെ നേരിടാനായിട്ട് പോവാണ്. ശേഷം നമ്മുടെ ടൂത്ത്ലെസ്സിന് അരികിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഹിക്കപ്പും ടൂത്ത്ലെസ്സും ക്ലോസ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ അവർ പെരുമാറാറുള്ളത് അതുപോലെ ചെയ്തപ്പോൾ ഹിക്കപ്പിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ടൂത്ത്ലെസ്സിന് സാധിക്കുകയാണ്. ശേഷം അവന്റെ പുറത്തിരുന്നിരുന്ന ഡ്രാഗോയെ തട്ടിമറിച്ച് താഴെയിട്ട് ഹിക്കപ്പുമായിട്ട് നമ്മുടെ ടൂത്ത്ലെസ് പോകുന്നു. അവന്റെ കണ്ണുകൾ ഹിക്കപ്പ് കെട്ടിവെക്കുന്നുണ്ട്, വീണ്ടും ഹിപ്നോട്ടൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി. ബ്ലാക്ക് ആൽഫയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, അതിന് ഐസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ബ്ലാക്ക് ആൽഫ തുനിഞ്ഞപ്പോൾ ടൂത്ത്ലെസ് അതുവരെ പുറത്തെടുക്കാത്ത തന്റെ മാരക ശക്തി പുറത്തെടുത്തിട്ട് ബ്ലാക്ക് ആൽഫയുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട വാൽക്ക ഹിക്കപ്പിനോട് പറഞ്ഞു, അവന് നിന്നോടുള്ള സ്നേഹമാണ് അവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അധികം വൈകാതെ ബ്ലാക്ക് ആൽഫയുടെ ഒരു കൊമ്പ് തന്നെ നമ്മുടെ ടൂത്ത്ലെസ് തകർത്തു. ശേഷം നമ്മുടെ ടൂത്ത്ലെസ്സിന്റെ പുറത്തിരിക്കുന്ന ഹിക്കപ്പ് ഡ്രാഗോയെ നോക്കി പറയുന്നുണ്ട്, ഈ സാധു ജന്തുക്കളെ അടിമകളാക്കി വെക്കാതെ അവയൊന്ന് സ്നേഹിച്ചു നോക്കൂ എന്ന്. ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഡ്രാഗോ പോകുന്നു. ശേഷം തന്റെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ സ്റ്റോയിക്ക് ഇല്ലാത്തതിന്റെ പേരിൽ ഹിക്കപ്പിനെ അവർ ഗ്രാമത്തലവനാക്കി മാറ്റിയാണ്. എററ്റും ഇപ്പോൾ ഇവരുടെ കൂടെയുണ്ട്. വീണ്ടും അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ബെർഗിന്റെ ഗ്രാമത്തലവനായി മാറിയ ഹിക്കപ്പ് എവിടെയെങ്കിലും ഡ്രാഗൺസിന് പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് പോയിട്ട് അവരെ മോചിപ്പിച്ച് എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് ബെർഗിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ബെർഗിൽ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഡ്രാഗൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ തന്നെ 10-15 ഡ്രാഗൺസ് ഉണ്ടായിരുന്നു. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തൊരു കാര്യം നേരിടുമ്പോഴും ഈ യോദ്ധാക്കള് പിന്മാറുന്നെന്ന് എല്ലാം തന്നെ ഈ ഡ്രാഗൺസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കും. ഇത് വോൾക്കയാണ് ഹിക്കപ്പിനോട് പറയുന്നത് ആ ശീലം നല്ലതല്ല എന്ന്. അപ്പോഴാണ് ഗോബർ വന്ന് പറയുന്നത്, നിന്റെ അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. നീ ഡ്രാഗനുകളെ രക്ഷപ്പെടുത്തുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മുടെ നാട്ടില് അതിന് മാത്രമുള്ള സ്പേസ് ഉണ്ടോ എന്ന് പുള്ളി ചോദിക്കുകയാണ്. അതൊന്നും വിഷയമല്ല, നമുക്ക് ആ കഥ ശരിയാക്കാം എന്ന് ഹിക്കപ്പും പറയുന്നുണ്ട്. ശേഷം നമ്മൾ കഥയിലെ വില്ലനായിട്ടുള്ള ഗ്രിമ്മലിനെ കാണുകയാണ്. പുള്ളിക്കാരൻ ഒരു നൈറ്റ് ഫ്യൂറി ഹണ്ടർ ആണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഹിക്കപ്പ് കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡ്രാഗൺസിനെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ആൾക്കാർ ഗ്രിമ്മലിനെ വിളിച്ചു വരുത്തിയിട്ട് ഹിക്കപ്പിനെയും അവന്റെ കയ്യിലുള്ള ഒരു നൈറ്റ് ഫ്യൂറി ഉണ്ട് അതിനെയും പിടിക്കണമെന്ന് പറയാണ്. നൈറ്റ് ഫ്യൂറി ആണോ? അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഗ്രിമ്മലും പറയുന്നു. ഇവരുടെ പക്കല് ഒരു വൈറ്റ് നൈറ്റ് ഫ്യൂറി ഉണ്ടായിരുന്നു, നമുക്കതിനെ ലൈറ്റ് ഫ്യൂറി എന്ന് വിളിക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഹിക്കപ്പ് അവന്റെ അച്ഛനായിട്ടുള്ള സ്റ്റോയിക്കിനെ കുറിച്ച് ഓർക്കാണ്. അതായത് ഗോബർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടില് ഇപ്പോൾ ഡ്രാഗൺസിന്റെ അളവ് കൂടിയത് കൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ജീവിക്കാനായിട്ട് സ്ഥലമില്ല എന്നുള്ള കാര്യം. സ്റ്റോയിക്ക് എപ്പോഴും ഇവിടുത്തെ ആൾക്കാരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഹിക്കപ്പ് ഭരണത്തിലോട്ട് വന്നപ്പോഴാണ് അവർക്ക് ഫുൾ പരാതി. അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റോയിക്ക് പണ്ടേ പറയുമായിരുന്നു ഒരു ഹിഡൻ വേൾഡിനെ കുറിച്ച്. അവിടെ നിന്നാണ് ഡ്രാഗൺസ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന അതേ ദിശയിലാണ് ഈ ഒരു ഹിഡൻ വേൾഡ് ഉള്ളത്. അവിടെയാണ് ഡ്രാഗൺസ് ജീവിക്കേണ്ടത്, അവിടെ ആയിരിക്കണം അവരാവേണ്ടതും എന്ന് സ്റ്റോയിക്ക് പറഞ്ഞ ആ കാര്യങ്ങളെ നമ്മുടെ ഹിക്കപ്പ് ഓർക്കാണ്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഡ്രാഗൺസിനെ അവിടെ കൊണ്ടുചെന്ന് വിട്ടാൽ മതിയല്ലോ എന്നും അവന്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ആസ്ട്രഡ് അവിടേക്ക് വന്ന്, എന്താ നീ ഇങ്ങനെ തനിച്ചിരിക്കുന്നേ, എന്തു പറ്റി നിനക്ക്, നമ്മുടെ കല്യാണക്കാരെയൊക്കെ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറയാതെ നമ്മുടെ ഹിക്കപ്പ് ഒരു ഹിഡൻ വേൾഡ് ഉണ്ട്, എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, നമുക്ക് നമ്മുടെ ഡ്രാഗൺസിനെ അവിടെ കൊണ്ടു ചെന്നാക്കിയാലോ, നമുക്കും അവിടെ തന്നെ പോയി താമസിക്കാം. എന്തായാലും ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു നാടല്ലല്ലോ, നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ടാവുന്ന സ്ഥലം അടിപൊളിയായിരിക്കില്ല എന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ടൂത്ത്ലെസ് ആണെങ്കിൽ
ഈ ഒരു വൈറ്റ് ഫ്യൂറിയെ കണ്ടിട്ട് അതിന്റെ അടുത്തേക്ക് പോവാണ്. അതിന്റെ പിന്നാലെ ചെന്ന നമ്മുടെ ഹിക്കപ്പും ആസ്ട്രഡും ഈ ഒരു ലൈറ്റ് ഫ്യൂറിയെ കാണുന്നുണ്ടായിരുന്നു. ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ഹിക്കപ്പിനോട് വന്നിട്ട് ഈ ഒരു ഗോബറും ആൾക്കാരും ഒക്കെ പറയാണ് നമുക്ക് കാട്ടിൽ നിന്ന് ഒരു മയക്കുവെടി കിട്ടിയിട്ടുണ്ടെന്ന്. ഇതേ സമയം നമ്മുടെ ടൂത്ത്ലെസ് ആണെങ്കിൽ ആ ഒരു വൈറ്റ് ഫ്യൂറി പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൊമാൻസും കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഹിക്കപ്പിന് ഇപ്പൊ ആ ഒരു മയക്കുവെടിയുടെ കാര്യം മനസ്സിൽ തങ്ങിയിട്ടുണ്ട്. ഏതോ ശത്രുക്കള് ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഒരു കെണിയും കൂടെ ഇവർ കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ ഒരു മയക്കുവെടിയുടെ കാര്യം നോക്കിയിട്ട് എരട്ടി പറയാണ്, ഓ ഇത് കണ്ട എനിക്ക് മനസ്സിലാവും, ഇത് ഗ്രിമ്മൽ എന്ന് പറയുന്ന ഒരു നൈറ്റ് ഫ്യൂറി ഹണ്ടറിൻ്റെതാണ്. അവൻ ഒരു ക്രൂരനാണ്, അവനെങ്ങാൻ നമ്മളെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ പേടിക്കണം എന്ന് പറയാണ്. എന്നാൽ ഹിക്കപ്പ്, ഓ അവൻ അത്രയ്ക്ക് ഭീകരനാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ സൂപ്പറാ എന്ന് പറഞ്ഞ് അന്ന് രാത്രിയിൽ സ്റ്റോയിക്കിന്റെ കയ്യിലെ മാപ്പ് ബുക്ക് ഹിഡൻ വേൾഡിലേക്കുള്ള മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രിമ്മൽ അവിടേക്ക് വന്നിറങ്ങുന്നത്. നമ്മുടെ ടൂത്ത്ലെസ് ആയെന്ന് കരുതിയിട്ട് അവിടെ കിടന്നുറങ്ങിയിരുന്ന ഗോബറിന്റെ ചന്തിക്കിട്ട് ഈ പുള്ളിക്കാരൻ ഒരു മയക്കുവെടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ നീ ശരിക്കും തീക്കളിയാ കളിക്കുന്നതെന്ന് പറയാണ്. കാരണം ഗ്രിമ്മലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഡ്രാഗൺസ് നമ്മുടെ മനുഷ്യന്മാരുടെ അണ്ടറിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഹിക്കപ്പ് അവരെ തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ നമ്മുടെ ബർഗിലെ ആൾക്കാരൊക്കെ തന്നെ ഹിക്കപ്പിനോട് നമ്മളിനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഗ്രിമ്മൽ ഇനി ഒരുപാട് ഡ്രാഗൺസുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പുള്ളിയുടെ അണ്ടറിൽ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്, അപ്പൊ പുള്ളി പറഞ്ഞതൊക്കെ അനുസരിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഹിക്കപ്പ് പറഞ്ഞു, നമ്മൾ നാളെ തന്നെ ഇവിടെ നിന്ന് ഡ്രാഗൺസിന്റെ ഹിഡൻ വേൾഡ് തേടി യാത്രയാവുകയാണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. കുറെ ദൂരം ചെന്നപ്പോഴേക്ക് എല്ലാവരും ടയേർഡൊക്കെ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ ലൈറ്റ് ഫ്യൂറിയെ നമ്മുടെ ടൂത്ത്ലെസ് കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗ്രിമ്മലിന്റെ ആൾക്കാര് ബർഗിൽ പോയിട്ട് അവിടെ ആരെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ മണ്ടന്മാര് എവിടെ പോവാനായിട്ടാണ്, വല്ലയിടത്തും കറങ്ങാനായിട്ട് പോയിട്ടുണ്ടാവും. ഇനി മറ്റെവിടേക്കെങ്കിലും ആണെങ്കിൽ പോലും അവരുടെ കയ്യിൽ ഡ്രാഗൺസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡ്രാഗൺസിന് കൂടെ ജീവിക്കാൻ പറ്റുന്ന പരിസ്ഥിതിയിലേക്കല്ലേ അവർ പോവുള്ളൂ. ആ വഴിയൊക്കെ എനിക്കറിയാം, നമുക്ക് അവരെ പോയിട്ട് അവരെ ക്യാച്ച് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ യാത്രക്കിടയിൽ ക്ഷീണിച്ചവര് ഒരു ഇടത്താവളത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രേക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാണ്. പക്ഷെ ഗ്രാമവാസികൾ എല്ലാവരും തന്നെ ഡിസ്കംഫേർട്ട് ആയിരുന്നു. അവരിങ്ങനെ ഹിക്കപ്പിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ ഒരിക്കലും ഇതിനുള്ള ഇട വരുത്തിയിട്ടില്ല, മോനെല്ലാം ശ്രദ്ധിക്കണമെന്ന് വോൾക്ക് അവനെ ഉപദേശിക്കുകയാണ്. അന്ന് രാത്രിയിൽ ടൂത്ത്ലെസ് വീണ്ടും ഈ ലൈറ്റ് ഫ്യൂറിയെ കാണുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് അതിനെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുകയാണ്. ടൂത്ത്ലെസ് പോയതിന്റെ പിറകെയായിട്ട് ഹിക്കപ്പും അവനെ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ ടൂത്ത്ലെസ് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത്. ലൈറ്റ് ഫ്യൂറി പറന്നു പോയെങ്കിലും നമ്മുടെ ടൂത്ത്ലെസ്സിന് പിറകെ പോകാൻ പറ്റുന്നില്ല. കാരണം ടൂത്ത്ലെസ് എപ്പോഴും പറക്കണമെങ്കിൽ ഹിക്കപ്പിന്റെ സഹായം വേണം. ഇത് കണ്ട് ഹിക്കപ്പിന് തന്നെ പാവം തോന്നിയിട്ട് പിറ്റേന്ന് തന്നെ ഇതിന്റെ വാല് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ നമ്മുടെ ഹിക്കപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ആസ്ട്രിഡ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ, നീയും അവനും എപ്പോഴും ഒന്നിച്ചല്ലേ, ചില സമയങ്ങളിൽ അവൻ തനിച്ചിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഹിക്കപ്പ് പറയാണ്. ശേഷം നമ്മുടെ ടൂത്ത്ലെസ് ലൈറ്റ് ഫ്യൂറിയുടെ ഒപ്പം പോയിട്ട് അതിന് ഇൻവിസിബിൾ ആവാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഫ്യൂറി അതൊക്കെ തന്നെ നമ്മുടെ ടൂത്ത്ലെസ്സിനും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വോൾക്കയും അവളുടെ ഡ്രാഗനും ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി അടിക്കാൻ പോയപ്പോഴാണ് ആ ഗ്രിമ്മലും പാർട്ടിയും ഇവരെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുന്നത് കാണുന്നത്. ഈ അവന്മാരെപ്പോഴും അത് ഇങ്ങോട്ട് വരുന്നേ എന്നൊക്കെ ചോദിച്ച ഹിക്കപ്പ്, അവന്മാരെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവന്മാർക്ക് പണി കൊടുക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ഹിക്കപ്പും ടീംസും അവരുടെ ഉഷാറ് ഡ്രാഗൺസും ഒക്കെ ആയിട്ട് നേരെ ഗ്രിമ്മലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇത്തവണ ഹിക്കപ്പിന്റെ കൂടെ അവന്റെ ടൂത്ത്ലെസ് ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോ ഗ്രിമ്മൽ ആണെങ്കിൽ ഇവരെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു അവന്റെ സ്വഭാവം. ഓ വരണം മിസ്റ്റർ ഇന്ദുചൂടൻ എന്നൊക്കെ പറയുന്ന കൂട്ട് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എങ്ങനെയാണ് ഒരു നൈറ്റ് ഫ്യൂറി ഹണ്ടറായി മാറിയതെന്ന്. കുഞ്ഞുനാളില് ഒരുപാട് ഡ്രാഗൺസിനെ ഹണ്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നൈറ്റ് ഫ്യൂറിയാണ് എനിക്ക് കിട്ടിയത്. അതുവരെ ഡ്രാഗൺ ഹണ്ടേഴ്സ് ആയിരുന്നവരെക്കാൾ കൂടുതൽ പ്രശസ്തി എനിക്ക് ഈ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഡ്രാഗനെ ഹണ്ട് ചെയ്തപ്പോൾ കിട്ടി. അപ്പൊ അത് സ്പെഷ്യൽ ആണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ ഹണ്ട് ചെയ്ത് എനിക്കിപ്പോ അതൊരു ഹരമാണെന്നൊക്കെ പറയാണ്. അവിടെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയിട്ട്, അതായത് അവരെ ഉപദ്രവിക്കാനൊന്നും ഇവർക്ക് കൊണ്ട് സാധിച്ചില്ല. ഹിക്കപ്പും ടീമും തിരിച്ചു വരികയാണ്. കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രാഗൺസ് ഒക്കെ അവിടെ പെട്ടുപോയാലോ. അതിനിടയ്ക്ക് ഹിക്കപ്പിന്റെ ഒരു സുഹൃത്തിന്റെ പേര് റഫ്നെറ്റ് എന്നാണ്.
പുള്ളിക്കാരൻ അവിടെ കുടുങ്ങി പോവാണ്. അപ്പോൾ ആദ്യം എന്തായാലും ടൂത്ത്ലെസ്സിനെ കണ്ടുപിടിക്കണം. അത് നേരത്തെ ആ ലൈറ്റ് ഫ്യൂറിയുടെ കൂടെ പോയതാണല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഹിക്കപ്പും ആസ്ട്രഡും പോവാണ്. ഇവിടെ റഫ്നെറ്റ് ആണെങ്കിൽ നമ്മുടെ ഗ്രിമ്മലിനോട് വർത്താനം പറഞ്ഞ് അവനെ കൊണ്ട് പ്രാന്തെടുത്ത് എന്റെ പൊന്നോ നീ ഒന്ന് പോയി തരാവോ എന്ന് ചോദിച്ചിട്ട് ഗ്രിമ്മൽ തന്നെ ഇവിടെ നിന്ന് ഈ റഫ്നെറ്റിനെ പറഞ്ഞയക്കുമ്പോൾ പുള്ളിയുടെ മുഖത്തൊരു നിഗൂഢമായിട്ടുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ടൂത്ത്ലെസ്സിനെ തേടി പോയിട്ടുള്ള ഹിക്കപ്പും ആസ്ട്രഡും ചെന്ന് എത്തുന്നത് ആ ഒരു സമുദ്രത്തിന്റെ നടുക്കുള്ള മറ്റൊരു ജലാശയം. അതിനകത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തേക്ക് പോയി നോക്കുമ്പോൾ ഇതാണ് ഇവർ ഇതുവരെ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഹിഡൻ വേൾഡ്. അവിടെയാണ് ഡ്രാഗൺസ് ജീവിക്കുന്നത്. ഈ ഡ്രാഗൺസിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് ഇപ്പൊ നമ്മുടെ ടൂത്ത്ലെസ്സും ലൈറ്റ് ഫ്യൂറിയും മാറിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഹിക്കപ്പിനെ കണ്ടപ്പോൾ നമ്മുടെ ടൂത്ത്ലെസ് എന്തോ സഹായം വേണമല്ലോ എന്ന് കരുതിയിട്ട് ഹിക്കപ്പിന്റെ കൂടെ തിരിച്ചു വരികയാണ്. അപ്പോഴും സ്റ്റോയ്ക്ക് പറയുന്ന കാര്യങ്ങള് നമ്മുടെ ഹിക്കപ്പിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന ഹിക്കപ്പ് നമ്മുടെ ടൂത്ത്ലെസ്സിനോട് നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ സ്ഥലം അത് അവിടെയാ എന്ന് പറയുമ്പോഴേക്ക് ലൈറ്റ് ഫ്യൂറി അവിടേക്ക് വരികയാണ്. ടൂത്ത്ലെസ്സിന് ഒരുപാട് സന്തോഷമായിട്ട് ടൂത്ത്ലെസ് ലൈറ്റ് ഫ്യൂറിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് റഫ്നെറ്റ് തിരിച്ചു വന്നത് കാണുന്നത്. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഗ്രിമ്മൽ ഒരിക്കലും ഇങ്ങോട്ട് വിടില്ലല്ലോ എന്ന് അവൻ കരുതിയതും ദേ നമ്മുടെ റഫ്നെറ്റിനെ ഫോളോ ചെയ്തിട്ട് ഗ്രിമ്മലും പാർട്ടിയും അവിടേക്ക് വന്ന് ഈ ലൈറ്റ് ഫ്യൂറിയെ പിടിക്കുന്ന അതേപോലെ തന്നെ ടൂത്ത്ലെസ്സിനെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഈ ലൈറ്റ് ഫ്യൂറിയെ അയച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഗ്രിമ്മലാണ്. അതും സെഡേഷൻ കൊടുത്തിട്ട് മയക്കത്തിലായിരുന്നു ലൈറ്റ് ഫ്യൂറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം ആ ഗുഹയിലുള്ള സകല ഡ്രാഗൺസും ഇവരെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മുടെ ലൈറ്റ് ഫ്യൂറിയെ കാണിച്ചുകൊണ്ട് ടൂത്ത്ലെസ്സിനെ കൊണ്ട് തന്നെ ആ ഒരു ഡ്രാഗൺസിനെ നിർത്തിപ്പിക്കാനായിട്ടും ഗ്രിമ്മലിന് സാധിച്ചു. ഇപ്പൊ നമ്മുടെ ഹിക്കപ്പ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ടൂത്ത്ലെസ്സിനെ കൊണ്ട് മാത്രമല്ല നീ ബലശാലിയാവുന്നത്, ടൂത്ത്ലെസ് ഇല്ലാത്ത സമയത്തും നീ അതിനെ മയക്കിയെടുത്തതും നിന്റെ മനസ്സുകൊണ്ടായിരുന്നു, നിന്റെ ഉള്ളിലെ ശക്തി കൊണ്ടായിരുന്നു, അതിന് നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിക്കപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാണ് ആസ്ട്രഡ്. ശേഷം ഇവര് ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ട് ഗ്രിമ്മലിന്റെ സങ്കേതത്തിലേക്ക് പോവാണ്. കാരണം ബാക്കിയുള്ള ഡ്രാഗൺസിന് അവരുടേതായ പവർ ഉണ്ടല്ലോ. അപ്പോൾ അവരെ കൊണ്ട് എന്തായാലും നമ്മുടെ ടീംസിനെ സഹായിപ്പിക്കാനായിട്ട് സാധിക്കും. അവിടെ ഗ്രിമ്മൽ ഒരുപാട് ഡ്രാഗൺസിനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ചെന്ന് അവരെയൊക്കെ റിലീസ് ചെയ്ത് ഇവരുടെ ഭാഗത്തേക്ക് തന്നെ ആക്കുന്നുണ്ട്. ഹിക്കപ്പ് തന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള നിലവിലെ ഡ്രാഗനെ വെച്ച് നമ്മുടെ ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ടൂത്ത്ലെസ് പുതിയതായി പഠിച്ച ആ ഇൻവിസിബിൾ പവർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രിമ്മൽ അതിന്റെ ദേഹത്തേക്ക് മയക്കുവെടി വെക്കുകയാണ്. പാവം നമ്മുടെ ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ട് ഹിക്കപ്പിന് അന്നേരം സാധിക്കുന്നില്ല. എന്നാൽ ലൈറ്റ് ഫ്യൂറിയുടെ അടുത്തായിരുന്നു ഇപ്പൊ നമ്മുടെ ഹിക്കപ്പ് ഉണ്ടായിരുന്നത്. ഈ ലൈറ്റ് ഫ്യൂറിയില് ഗ്രിമ്മൽ വെച്ച് പിടിപ്പിച്ച ആ സെഡേഷൻ എടുത്തു മാറ്റിയതിനു ശേഷം ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ട് ലൈറ്റ് ഫ്യൂറിയോട് ഹിക്കപ്പ് ആവശ്യപ്പെടുകയാണ്. ബോധം തിരിച്ചു കിട്ടിയ നമ്മുടെ ടൂത്ത്ലെസ് ഹിക്കപ്പിനെ രക്ഷിക്കുന്നുണ്ട്. ആ ചതിയെ നേരെ കടലിലേക്ക് വീണ് പുള്ളിക്കാരൻ തട്ടിപ്പോവുകയാണ്. ശേഷം നമ്മുടെ ലൈറ്റ് ഫ്യൂറിയും ടൂത്ത്ലെസ്സും ഒന്നിച്ചിരിക്കുമ്പോൾ ഹിക്കപ്പ് ടൂത്ത്ലെസ്സിനോട് പോയി പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല, അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീ ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ ഹിഡൻ വേൾഡിലേക്ക് പോകണമെന്ന്. അതാണ് നിങ്ങളുടെ ലോകം. ഞങ്ങളുടെ സൗകര്യവും സുഖവും മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് ഹിക്കപ്പ് എല്ലാ ഡ്രാഗൺസിനെയും ഹിഡൻ വേൾഡിലേക്ക് പറഞ്ഞയച്ചു. സങ്കടത്തോടെയാണ് കേട്ടോ ടൂത്ത്ലെസ് പോകുന്നത്. ശേഷം ആസ്ട്രഡുമായിട്ട് ഹിക്കപ്പിന്റെ കല്യാണം കഴിയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ 2 പിള്ളേരെയും കൊണ്ട് സമുദ്രത്തിലൂടെ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഥകളിലൂടെ കേട്ട് മാത്രം പരിചയമുള്ള ഹിക്കപ്പിന്റെ കുട്ടികൾക്ക് ആ ഡ്രാഗൺസിനെ പരിചയപ്പെടുത്താനായിട്ട് ഹിഡൻ വേൾഡിന്റെ ഭാഗത്തേക്ക് ഇവർ പോയതാണ്. പക്ഷേ കാലം അത്ര കഴിഞ്ഞിട്ടും നമ്മുടെ ടൂത്ത്ലെസ്സിന് ഹിക്കപ്പിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഈ ലോകത്തിന് ഡ്രാഗൺസിനെ അംഗീകരിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഈ ഹിഡൻ വേൾഡ് എന്റെ മനസ്സിൽ ഒരു രഹസ്യമായി തന്നെ തുടരുമെന്ന് ഹിക്കപ്പ് പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മള് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഫസ്റ്റ് 3 മൂവീസ് ആണ് ഒറ്റൊരു വീഡിയോയിലാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2010 മൂവിയുണ്ട്, 2014 മൂവിയുണ്ട്, ഏറ്റവും ലാസ്റ്റ് 2019 മൂവിയുണ്ട്. അപ്പൊ ഈ ഒരു 3 മൂവീസും നമ്മൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ പ്രത്യേകിച്ച് തരം തിരിച്ച് ഇവിടെ വെച്ച് മറ്റേ മൂവി എൻഡ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞു വന്നതാണ്. കാരണം അങ്ങനെ എൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ഓവർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവി തന്നെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക കേട്ടോ. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ
ഈ ഒരു മൂവി അല്ലെങ്കിൽ പോലും ഈ സീരീസുകളിലൂടെ തന്നെ നല്ല പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരൊക്കെ. പക്ഷെ നമ്മൾ ഇതിനിടയിൽ ചേർക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ മനഃപൂർവ്വം മാറ്റിയതാണ് കേട്ടോ. കാരണം പേരുകൾ കുറെ കൂടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അത് കൺഫ്യൂഷൻ വന്നാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പേരുകൾ അധികം ഉപയോഗിക്കാതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിക്കപ്പിന്റെ ഫ്രണ്ട്സിന്റെ പേരും അവരുടെ ഡ്രാഗൺസിന്റെ പേരൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഹിക്കപ്പിന്റെ ഡ്രാഗൺ, അതായത് ടൂത്ത്ലെസിന്റെ പേര് മാത്രമാണ് ഡ്രാഗൺസിന്റെ പേരിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആസ്ട്രഡിന്റെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആസ്ട്രഡിന്റെ ഡ്രാഗന്റെയോ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ആൾക്കാരുടെയോ അവരുടെ ഡ്രാഗൺസിന്റെ പേരൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കൂടുതൽ പേരുകൾ വെച്ച് പറയുമ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷൻ കുറെയൊക്കെ ബോറായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് നമ്മൾ പേരുകൾ എടുത്ത് പറയാതിരുന്നത്. അതിന് മറ്റൊരു റീസൺ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആ പേരുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് കടന്ന് ചെല്ലാതെ കഥ മാത്രമായിട്ട് പറഞ്ഞത്. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട മൂവി ആയിരിക്കും അല്ലെ? നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ഇനി ആകെ ഒരു മൂവി കൂടെയാണ് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു കൊച്ചു മൂവി വന്നിട്ടുണ്ട്, ഹോം കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക, നമ്മൾ അതുകൂടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു കാര്യം മറന്നുപോയിട്ടോ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ഏതായിരിക്കും? ടൂത്ത്ലെസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്കൊക്കെ ഇഷ്ടം ടൂത്ത്ലെസിന്റെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു കൂടുതലായിട്ട് പിന്നെ ഫസ്റ്റ് മൂവിയിലല്ല കേട്ടോ, സെക്കൻഡ് മൂവിയിലല്ലേ ആൽഫയെ കണ്ട് നമ്മൾ ആൽഫ ഡ്രാഗൺ, ആ ഒരു വൈറ്റ് ആൽഫ ഡ്രാഗനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പിയറൻസ് ആണോ അതോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണോ അതൊന്നും അറിയില്ല, ഒരു ചെറുതായിട്ടൊരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ടൂത്ത്ലെസിനെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ മോറലും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിലെ ഫസ്റ്റ് മൂവിക്കും സെക്കൻഡ് മൂവിക്കും തേർഡ് മൂവിക്കും വേറെ മോറൽസ് ആട്ടോ വരുന്നത്. അതായത് ഫസ്റ്റ് മൂവിയിൽ നമുക്ക് എന്തായാലും നമ്മൾ ചിലരെ എന്തിനെങ്കിലും നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു പേടി അനുഭവിച്ചിരിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും കാര്യം പേടിയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പരീക്ഷ നമുക്ക് പേടിയാണെങ്കിൽ നമ്മൾ ആ ഒരു പരീക്ഷ എഴുതി ശീലിക്കണം. അങ്ങനെ അനുഭവിച്ചിട്ട് വേണം ആ ഒരു പേടിയെ നമ്മൾ മറികടക്കാനായിട്ട്. ആ ഒരു കാര്യമാണ് നമുക്ക് ഫസ്റ്റ് മൂവിയിലുള്ളത്. അതായത് ഏറ്റവും ഫസ്റ്റത്തെ മൂവിയിൽ ഈ ഒരു നാട്ടുകാർക്ക് ആദ്യം ഡ്രാഗൺസിന്റെ പേടിയായിരുന്നു. സോ ഡ്രാഗൺസിനോടുള്ള പേടി മാറ്റാനായിട്ട് അവരെ ഇണക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു നാട്ടുകാർ ചെയ്തത്. അപ്പൊ ആ ഒരു പേടിയെ നേരിട്ടപ്പോൾ അവരുടെ പേടി മാറി. സെക്കൻഡ് മൂവി വന്നിട്ട് നമ്മുടെ ആ ഒരു ഡ്രാഗൺ ഹണ്ടർ വരെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലതിനെ അടിമകളാക്കിയിട്ട് ജീവിപ്പിക്കാനായിട്ട് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ താഴെ ഒരാളുണ്ടായിരിക്കണം അങ്ങനെ കരുതുമല്ലോ. നമ്മളോട് ഒന്നിനെ എതിർക്കാത്ത ആൾക്കാരെ പരമാവധി ചൂഷണം ചെയ്ത് നമ്മുടെ സുഖത്തിന് മാത്രമായിട്ട് കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? കാരണം എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് തമ്മിലുള്ള അതെന്ന് പറയുമ്പോൾ അത്ര വലിയ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഒരാൾ തന്നെ, നമ്മളിപ്പോൾ എന്തെങ്കിലും 2 പെൺകുട്ടികളായിക്കോട്ടെ 2 ആൺകുട്ടികളായിക്കോട്ടെ, അവർക്ക് വീട്ടിലെ ജോലികൾ ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചോ. പക്ഷെ ചിലവർ എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് ബുദ്ധി പ്രയോഗിച്ചിട്ട് മറ്റേ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും. അങ്ങനെ കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കുന്ന ആളെ കുറേയും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യം ശരിയല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താനായിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡ്രാഗോ ശ്രമിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺസിനെ അടിമകളാക്കിയിട്ട് പുള്ളിക്കാരന്റെ കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഹിക്കപ്പ് പുള്ളിക്കാരനെ മനസ്സിലാക്കി കൊടുത്തു നമ്മൾ ഡ്രാഗൺസിനെ ഒരിക്കലും അടിമകളാക്കുകയല്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടതെന്ന്. അതാണ് സെക്കൻഡ് മൂവിയിലെ മോറൽ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് മൂവി എന്ന് പറയുമ്പോൾ തേർഡ് മൂവിയിൽ നമുക്കറിയുന്ന ഒരു കാര്യം, നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. ഇപ്പോൾ ഹിക്കപ്പ് കരുതുകയാണ് ടൂത്ത്ലെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ടൂത്ത്ലെസ് അപകടത്തിൽ പെട്ടപ്പോഴും നമ്മുടെ ഹിക്കപ്പിന്റെ ഇന്നർ സ്പിരിറ്റ് ആണ് അവനെ കൊണ്ട് നമ്മുടെ ടൂത്ത്ലെസിനെ രക്ഷിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പരിശ്രമമൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ കഴിവിൽ തന്നെ ഒരു വിശ്വാസം വേണം. എങ്കിൽ മാത്രമാണ്
നമുക്ക് എന്താണെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പലരെയും ആശ്രയിക്കുന്നുണ്ടായിരിക്കാം, എന്നാലും ആ ആശ്രയങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് കഴിവുണ്ടായത് കൊണ്ടാണല്ലോ മറ്റുള്ള ഒരാളുടെ ആശ്രയം കൊണ്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്തു തീർക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. അങ്ങനെയായിരിക്കണം നമ്മൾ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കണം ലൈഫിൽ നമ്മൾ സക്സസ് ആയിട്ട് മാറേണ്ടത്. അതാണ് മൂന്നാമത്തെ സ്റ്റോറിയിലെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകാതിരിക്കുക കേട്ടോ. നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും ലൈക്ക് ചെയ്യാതിരിക്കല്. അത് അത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ലൈക്കുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം ലൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കണ്ടന്റ് എന്തായാലും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഒബ്വിയസ്ലി ആ ഒരു കാറ്റഗറി മൂവീസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പം നിങ്ങളുടെ ലൈക്കുകളുടെ എണ്ണമാണ് നമുക്ക് കൂടുതൽ മൂവീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും. ഇപ്പോൾ കഥയ്ക്കിടയിൽ നമ്മളിപ്പോൾ മാക്സിമം ചുരുക്കിയാണ് പറഞ്ഞത്, കുറേയൊക്കെ ഇതിലെ കാര്യങ്ങൾ മിസ്സാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് കഥയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും മനസ്സിലാവാതെ ഇരുന്നോ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് സജഷൻസ് ആയിട്ട് അറിയിക്കുക. എങ്കിൽ മാത്രമാണ് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് കൂടുതൽ നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇനിയും തുടർന്ന് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൊടുത്താൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇന്ന് അത്യാവശ്യം കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്. നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആ ഫ്രാഞ്ചൈസിയിലെ തന്നെ 3 മൂവീസ് വന്നതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് ആയി പോയതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്കെന്നാൽ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.